പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനും നിങ്ങളും റമദാനിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് റമദാൻ 17, ബദർ യുദ്ധം നടന്ന ദിവസം. ആ ദിവസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ആ ബദർ യുദ്ധത്തിനും ഇസ്ലാമിൽ ധാരാളം പ്രത്യേകതകളും പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ആ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ആൾബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ അല്ല അള്ളാഹു ഒരാൾക്ക് വിജയം നൽകുന്നത്. ആത്മധൈര്യം കൊണ്ടും വിശ്വാസം കൊണ്ടും, അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടുമാണ് അള്ളാഹു ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് വിജയം നൽകുന്നത് എന്നാണ് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു. 2 കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടി. അത് ഒരു വിഭാഗം ശത്രുക്കളും കാഫിരീങ്ങളും ഒരു വിഭാഗം മുസ്ലിമീങ്ങളുമാണ്. അതിൽ കാഫിരീങ്ങളുടെ കണ്ണുകളിൽ അള്ളാഹു മുസ്ലിമീങ്ങളെ ഇരട്ടിയായി തോന്നിപ്പിച്ചു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുകയും ചെയ്തു എന്നെല്ലാം അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു. അതേപോലെ തന്നെ ഈ യുദ്ധം സത്യാസത്യ വിവേചനത്തിൻ്റെ ഒരു യുദ്ധം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അള്ളാഹുവെ, ധാരാളം നിഅമത്തുകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. ഈ ബദർ യുദ്ധത്തിൽ വിജയിച്ചില്ല എങ്കിൽ, മുസ്ലിമുകൾക്ക് വിജയമുണ്ടായില്ല എങ്കിൽ നിന്നെ ആരാധിക്കുന്ന ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. ഞങ്ങൾക്ക് നീ അനുഗ്രഹം വർഷിപ്പിച്ചു തരണേ എന്ന്. അതിൻ്റെ ഫലമായി അള്ളാഹു ഈ ബദർ യുദ്ധത്തിൽ അള്ളാഹു അവർക്ക് വിജയം നൽകി. കാരണം അവരുടെ മനസ്സിൻ്റെ ആ പ്രാർത്ഥനകൾ കൊണ്ടും ആ ആത്മധൈര്യം കൊണ്ടും അള്ളാഹുവിലുള്ള ചഞ്ചലമായ വിശ്വാസം കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ള അവരുടെ ജീവിതം കൊണ്ടും അതുപോലെ പരസ്പരം പിണങ്ങാത്ത ശരീരങ്ങളും മനസ്സുമായി വളരെ ഒത്തിണങ്ങി ജീവിക്കുന്ന ജനങ്ങളായതുകൊണ്ടും വിശ്വാസം അത്രയും ആട്ടി ഉറപ്പിച്ചത് കൊണ്ടുമാണ് അള്ളാഹു അവർക്ക് വിജയം നൽകിയത് എന്ന് നമുക്ക് ഈ ബദർ യുദ്ധത്തിൻ്റെ പാഠത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു വിജയം നൽകുക എപ്പോഴും അള്ളാഹുവിനെ ചഞ്ചലമായി വിശ്വസിക്കുന്നവർ ആയിരിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചു, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്നത് ആർക്കാണ്? അപ്പോൾ പറഞ്ഞു, അത് പ്രവാചകന്മാർക്ക്. അത് കഴിഞ്ഞാലോ അത് സഹാബിമാർക്ക്. അപ്പോൾ പിന്നെയും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പറയാണ്, ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഒരു ബലം അനുസരിച്ച് അള്ളാഹു പരീക്ഷണങ്ങൾ അധികമാക്കിക്കൊണ്ടിരിക്കും. ആ ബലത്തിനനുസരിച്ച് അള്ളാഹു പരീക്ഷണം നൽകുമ്പോൾ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗം അവന് ഉറപ്പാണ് എന്നുള്ള കാര്യം ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും, വിഷമഘട്ടങ്ങൾ വന്നാലും തളരാതെ പതറാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് ഈ ബദർ യുദ്ധത്തിൻ്റെ പാഠത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതം എപ്പോഴും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ളതായിരിക്കണം എന്നുള്ളത് കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജറ ചെയ്തപ്പോൾ, പലായനം ചെയ്തപ്പോൾ മുശ്രിക്കുകൾ അവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചടക്കുക വഴി പ്രവാചകൻ അവരോട് പ്രതികാരമല്ലെങ്കിൽ അവരിൽ നിന്ന് ആ സ്വത്ത് പിടിച്ചടക്കുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ ഒരു യുദ്ധം തയ്യാറായത് എന്നും, അബൂ സുഫിയാനാണ് അവിടുത്തെ നേതാവെന്നും, പ്രവാചകന്റെ കൂട്ടത്തിൽ എല്ലാ സഹാബിമാരുണ്ട് എന്നുള്ള കാര്യം വളരെ ചരിത്ര സംഭവമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണിത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അടിയുറച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.